1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ദേശീയ കായിക താരമായ വിദ്യാർത്ഥിയെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പ്രതികൾക്കെതിരെ ചേർത്തത് നിസ്സാര വകുപ്പുകളെന്ന് ആരോപണം. കരുളായി പാലക്കാമറ്റം മുഹമ്മദ് ഷാൻ എന്ന വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിലാണ് പോലീസിനെതിരെ ആരോപണം ഉയർന്നിട്ടുള്ളത്. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി, ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിവിധ സംഘടനകൾ. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മുഹമ്മദ് ഷാനും കൂട്ടുകാരനും ടർഫിൽ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകും വഴി ഷാനിന്റെ വീടിന്റെ 100 മീറ്റർ അപ്പുറത്ത് വെച്ചാണ് 3 പേർ ചേർന്ന് ആക്രമണം നടത്തിയത്. ഷാനും കൂട്ടുകാരനും സഞ്ചരിച്ച സൈക്കിളിൽ ദിശ മാറിയെത്തിയ അക്രമി സംഘത്തിന്റെ ബൈക്ക് ഇടിപ്പിച്ചാണ് ആദ്യം പരിക്കേൽപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഷാൻ തെറിച്ചു വീഴുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്തതോടെ അക്രമി സംഘം അതിക്രൂരമായി ഷാനിനെ മർദ്ദിക്കുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്താണ് മടങ്ങിയത്. തുടർന്ന് കൂട്ടുകാരെ വിവരമറിയിച്ച് ഉടനെ നിലമ്പൂർ ജില്ലാശുപത്രിയിലും അവിടെ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തിച്ചാണ് ഷാനിന് ചികിത്സ നൽകിയത്. ആക്രമണത്തിൽ ഷാന്റെ ഇടതുകാലിന്റെയും വലത് കൈയിന്റെയും എല്ലുകൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ശരീരത്തിൽ നിരവധി മർദ്ദനമേറ്റ പാടുകളുമുണ്ട്. സംഭവം നടന്ന ഒരു ദിവസം കഴിഞ്ഞാണ് പൂക്കോട്ടുംപാടം പോലീസ് ഷാനിന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. പ്രതികൾ ഓടിച്ചു വന്ന ബൈക്ക് ഇടിച്ചതിനാലാണ് കൈക്കും കാലിനും എല്ലുകൾ പൊട്ടി ഗുരുതര പരിക്കുകൾ പറ്റിയതെന്നും മർദ്ദനത്തിൽ നിസ്സാര പരിക്കുകളാണ് പറ്റിയിട്ടുള്ളതെന്നുമാണ് എഫ്ഐആറിൽ പോലീസ് ചേർത്തിട്ടുള്ളത്. ഒപ്പം തന്നെ IPC സെക്ഷനിലെയും മോട്ടോർ വെഹിക്കിൾ ആക്ടിലെയും നിസ്സാര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. പ്രതികളെന്ന് പറയുന്നവരിൽ ചിലർ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം ഉൾപ്പെടെ കേസുകളിൽ പ്രതികളാണ്. ക്രിമിനൽ കേസുകളിൽ മുൻപ് പ്രതിയായ ഇവർക്കെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിയതിൽ കരുളായിലെ യുവജന സംഘടനകൾ പ്രതിഷേധിച്ചു. ഒരു ദേശീയ കായിക താരത്തിന്റെ ഭാവിയടക്കം അനിശ്ചിതത്വത്തിലായ പ്രവർത്തനമാണ് 3 ക്രിമിനലുകൾ ചെയ്തത്. എന്നിട്ടും പോലീസ് നിസ്സാര വകുപ്പുകൾ ചേർത്തതിനെതിരെ സംസ്ഥാന പോലീസ് മേധാവി, ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകാനിരിക്കുകയാണ് പഞ്ചായത്തിലെ വിവിധ യുവജന സംഘടനകൾ. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor.